അമേരിക്കയുടെ പിഴച്ചുങ്കത്തിൽ ശക്തമായ മറുപടിയുമായി പ്രധാനമന്ത്രി. കർഷകരുടെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല, എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാർ. രാജ്യ താൽപര്യം ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യയുടെ നീക്കമെന്ന് നരേന്ദ്രമോദി. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന് കാണിച്ച് എറണാകുളം സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിയമ നടപടിയുമായി ശ്വേത മേനോൻ. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയെന്ന് വാദം. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയം നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 12 വരെ വോട്ടർ പട്ടിക പുതുക്കാം. നടപടി രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പരിഗണിച്ച്. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ അന്വേഷണം തുടർന്ന് ക്രൈംബ്രാഞ്ച്. പ്രതി സെബാസ്റ്റ്യന്റെ സഹായികളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം. ഇന്നലെ ചോദ്യം ചെയ്ത റോസമ്മയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സുഹൃത്തും നിരീക്ഷണത്തിൽ. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കോഴിക്കോട് ഭർത്തൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് ജിസ്ന, പക്ഷേ സമാധാനമില്ലെന്നും കുറിപ്പിൽ പരാമർശം. ഭർത്താവ് ശ്രീജിത്തിനെയും ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. ധർമ്മസ്ഥല കൊലപാതക ആരോപണത്തിൽ ഇടപെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ വിഭാഗം പരിഗണിക്കുന്നു. അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി അന്വേഷണം NIAക്ക് കൈമാറണമെന്നാവശ്യം. കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം നിരവധി പേർക്കെതിരെയും ആരോപണം. പ്രതികളെ സംരക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാരിന് പരാതി. ഉത്തരകാശി ധരാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാദൌത്യം തുടരുന്നു. വെല്ലുവിളി ഉയർത്തി പ്രതികൂല കാലാവസ്ഥ. പരിശോധനകൾക്കായി കടാവർ നായ്ക്കളും. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. അന്വേഷണ സമിതിയെ വെച്ച തീരുമാനം ശരിയെന്ന് നിരീക്ഷണം. പണം ഔദ്യോഗിക വസതിയിൽ സൂക്ഷിച്ചതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം. BCS രത്ന അവാർഡുകൾ കേരള വിഷന്. ഇന്ത്യയിലെ മികച്ച പ്ലാറ്റ്ഫോം ന്യൂസ് ചാനൽ കേരള വിഷൻ ന്യൂസ്. മികച്ച ഇന്റർനെറ്റ് ഡിജിറ്റൽ കേബിൾ TV പ്രൊവൈഡർ KCCL. പുരസ്കാരം ഏറ്റുവാങ്ങി മാനേജ്മെന്റ് പ്രതിനിധികൾ.